ഈ പൂച്ചയുടെ ഉണ്ടല്ലോ നടുവിൻ്റെ ആരാണ്ട് അടിച്ചു കേട്ടോ. അതോടുകൂടി ഈ പൂച്ചയുടെ നടുവിങ്ങനെ തളർന്നു. അപ്പോൾ രണ്ട് കാലും ഇങ്ങനെ വലിച്ചുകൊണ്ട് ഈ മുറ്റത്തോടെയൊക്കെ ഇങ്ങനെ ഇത് വന്നു കേട്ടോ. ഇതങ്ങനെ കട്ടെടുക്കുന്ന ഒരു സ്വഭാവമുള്ള പൂച്ചയൊന്നുമല്ല. നമ്മളെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും, അങ്ങനെയാട്ടോ. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഏത് മനുഷ്യനാണ് ഇതുപോലെ മിണ്ടാപ്രാണിനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഞങ്ങളതിനെ ആശുപത്രി കൊണ്ടുപോകണം. ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയല്ല, അടുത്ത വീട്ടിലെ പൂച്ചയാണ്. അവരവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വയ്യാതിരിക്കുമോ പൂച്ചയ്ക്കെന്ന്. അവർ പറഞ്ഞു നിങ്ങൾക്കൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് ആശുപത്രി കൊണ്ടാവുമോ എന്ന് ചോദിക്കുകയും ചെയ്തേ. അങ്ങനെ ഞങ്ങളിതിനെ ആശുപത്രി കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പം വണ്ടിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാൻ പോലും ഒരു സമ്മതിച്ചില്ല. ഡോക്ടർ ഇല്ല, ഡോക്ടർ ചൊവ്വാഴ്ചത്തേക്കേ ഉള്ളൂ, നിങ്ങൾ വന്ന വണ്ടിക്ക് തന്നെ കയറി പൊക്കോ എന്നൊക്കെയാണ് അവർ പറയണത്. അവിടെ കമ്പൗണ്ടർമാരൊക്കെ ഉണ്ട്, പക്ഷെ അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല കേട്ടോ. ഇത് തന്തപ്പൂച്ചയ്ക്കാട്ടെ ഈ വയ്യാണ്ടിരിക്കുന്നത്. അതിൻ്റെ കുഞ്ഞാണ് ഈ പൂച്ച കേട്ടോ. അപ്പോൾ ആ പൂച്ചയാണെങ്കിൽ കുറേ നേരം വന്ന് ഇതിനിങ്ങനെ എണീക്കാത്തതുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ. എന്ത് സ്നേഹമാണെന്നറിയാം. അത് കിടന്നിങ്ങനെ ഇതിങ്ങനെ വയ്യാതെ അതിന് മനസ്സിലായി എന്ന് തോന്നുന്നു കേട്ടോ. കുറേ ഇങ്ങനെ തോണ്ടി അതിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.